മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2-3 മൂട് ഏലം നട്ടിരുന്നു. നമുക്കറിയാം, ഹൈറേഞ്ച് പ്രദേശങ്ങളിലൊക്കെയാണ് സാധാരണ ഏലം കൃഷി ചെയ്യുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ ഏലം നന്നായി പിടിക്കും എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏലം ഒന്ന് പരീക്ഷിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചത്. എന്തായാലും ആ നട്ട ചെറിയ ചൊട്ട വിത്ത് അത് കിളിച്ച് ഇപ്പോൾ ഇത്രയും വലിപ്പമായി. അപ്പം ഈ വലിപ്പമുള്ള ഏലത്തിന് ഇനി നല്ല രീതിയിൽ വളമിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വളമിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഏലയ്ക്ക നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് പരീക്ഷിക്കുകയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഈ പ്രാവശ്യം ചെയ്യുന്നത്. അപ്പം ഈ കൃഷി രീതിയാണ് ഇന്ന് പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള ജൈവവള കൃഷി മാത്രമാണ് നമ്മൾ ഏലത്തിനും ചെയ്യുന്നത്. നമുക്കറിയാം, വിദേശികൾ കേരളത്തിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കറുത്ത പൊന്ന് അഥവാ കുരുമുളക്, ചുക്ക്, ഏലം മുതലായ സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെയധികം പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ് ഏലം എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ വീട്ടിൽ ഒരു മുളോ ഏലം വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഏലം വാങ്ങിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഏലം നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഏലം നമുക്ക് വെച്ച് പിടിപ്പിക്കാം. കാരണം ഇതിന് നല്ല തണൽ ആവശ്യമാണ്. ഈർപ്പം അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ നല്ല തണൽ ഇതിനാവശ്യമാണ്. അപ്പം ഏത് മരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അതുപോലെ വലിയ കല്ലുകൾ, നല്ല പാറക്കല്ലുകൾ, അങ്ങനെയൊക്കെയുള്ള കല്ലുകളുണ്ടെങ്കിൽ കുറേയധികം മണ്ണ് എടുത്തിട്ട് നമുക്ക് അവിടെ ഏലം വേണേൽ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. കൃത്യമായ വളപ്രയോഗം വേണം. അതുപോലെ തന്നെ ഏലത്തിന് കീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തണ്ടുതുരപ്പൻ പുഴുവാണ് പ്രധാനപ്പെട്ട ശത്രു. അപ്പോൾ ഈ തണ്ടുതുരപ്പൻ പുഴുവിൽ നിന്നും അതിനെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ ഏലം നമുക്ക് മികച്ച പ്രതിഫലം തരുന്ന ഒരു വിള കൂടിയാണ്. നമുക്ക് മറക്കാനാവാത്ത ഒരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ് ഏലം. അപ്പോൾ നമുക്ക് അതിൻ്റെ വളപ്രയോഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഈ ചാരം, ഒരല്പം ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ചാരം ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ചാരത്തിൻ്റെ ഗുണം നമുക്കറിയാം. പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ ചാരം നമുക്ക് ഉപയോഗപ്പെടും. അപ്പോൾ അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കണ്ടേ വേപ്പിൻ പിണ്ണാക്ക. അപ്പം മറ്റുള്ള കൃഷിയിൽ നിന്നും വ്യത്യാസമായി വേപ്പിൻ പിണ്ണാക്ക 2 തരത്തിലായിരുന്നത്. ഒന്ന്, നമ്മൾ വളപ്രയോഗം എല്ലാം ചെയ്ത് തോലൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ തോലിൻ്റെ മുകളിലൂടെ അല്പം വേപ്പിൻ പിണ്ണാക്ക് ഇടണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഈ തണ്ടുതുരപ്പൻ പുഴു ഇതിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം വേപ്പിൻ പിണ്ണാക്ക് നമുക്കറിയാം ഒരു വളം പോലെ തന്നെ ഇത് ഒരു കീടനാശിനി കൂടിയാണ്, ജൈവ കീടനാശിനിയാണ്. അപ്പം ഇതിൻ്റെ ആ ഗന്ധം ഈ തണ്ടുതുരപ്പൻ പുഴുവിനെ അകറ്റി നിർത്താൻ സഹായിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ പകുതി വേപ്പിൻ പിണ്ണാക്ക് മാത്രമേ ഇപ്പം ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ, പകുതി വേപ്പിൻ പിണ്ണാക്ക്. ബാക്കിയുള്ളത് നമ്മൾ മണ്ടയ്ക്കിടാൻ വേണ്ടി വെച്ചേക്കുകയാണ്. പകുതി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. ഇനിയും എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മൾ ഇടുകയാണ്. നമുക്കറിയാം, എല്ലുപൊടി ഇടുന്നത് വേരുപടലം ശക്തിപ്പെടാൻ വേണ്ടി ആണ് നമ്മൾ എല്ലുപൊടി ഇടുന്നത്. അപ്പം ജൈവവളം നല്ല രീതിയിൽ നിലനിൽക്കാനും ഇത് ഉപയോഗിക്കാം. അപ്പം ഇത് രണ്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം, ചെറിയ കനത്തിൽ മണ്ണ്. ഒരു കാരണവശാലും ചുവട്ടിൽ മണ്ണ് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ താഴെ നിന്നാണ് കുലകൾ പൊട്ടി കായ്കൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചുവട്ടിൽ മണ്ണ് വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ മണ്ണ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെയധികം തണുപ്പ് ആവശ്യമുള്ള ഒരു വിളയാണ് ഏലം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഏറ്റവും കൂടുതൽ ഈർപ്പം നിലനിൽക്കണം. അതുകൊണ്ട് കഴിയുന്നത്ര നനച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിന് പുതയിട്ട് കൊടുക്കണം. എപ്പോഴും പുതയിട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തണൽ മരങ്ങളുടെ ചുവട്ടിലാണ് ഇത് ഏറ്റവും അധികം ഉണ്ടാകുന്നത് എന്ന കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ എപ്പോഴും മഴ കിട്ടുന്നത് കൊണ്ടും നല്ല തണുപ്പുള്ളത് കൊണ്ടുമാണ് ഏലം കൃഷിക്ക് അവിടെ അനുയോജ്യമാകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇത് ചീമക്കൊന്നയുടെ ഇലയാണ്. ഇതിൻ്റെ ഒരു ഗുണം നമുക്കറിയാം, ഇത് പെട്ടെന്ന് മണ്ണിൽ ലയിച്ച് ചേർന്ന് വളമാവുന്നതോടൊപ്പം തന്നെ കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു ഇല കൂടിയാണ്. കാരണം ഇത് അഴുകുന്നുണ്ടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അഴുകാതിരിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ ഒരു ഗന്ധമുണ്ട്. ഈ ഗന്ധം കീടങ്ങളെ അകറ്റി നിർത്തും. അത് ഏലകൃഷിക്ക് അത്യുത്തമമായ ഒരു വളമാണ് ഈ ചീമക്കൊന്നയുടെ ഇല എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ചെയ്യുന്നത്, ഇത് ചീമക്കൊന്നയുടെ ഇല ഇട്ട് ലയിപ്പിച്ച ഒരു ലായനി വളമാണ്. ചീമക്കൊന്നയുടെ ഇലയും വേപ്പിൻ പിണ്ണാക്കൂടെ ഇട്ട് ലയിപ്പിച്ച ഒരു ലായനി വളമാണ്.
ഈ ലായനി വെള്ളം നമ്മൾ ഒഴിക്കുന്നതാണ്. ഇതിന് ചെറിയൊരു ദുർഗന്ധമുണ്ട്. ഈ ദുർഗന്ധം ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും കീടങ്ങൾ ഇതിൻ്റെ അടുത്ത് വരത്തില്ല. അതായത് ഇലയിലൊട്ടി പുഴുവും അതുപോലെ തന്നെ മറ്റ് കീടങ്ങളും തന്നെ വരത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങ് ലയിച്ച് ക്രമേണ ഇത് വളമായിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലയിലൊക്കെ വീണമെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, തളിച്ചു കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നമുക്ക് വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന കൃഷിരീതികൾ താല്പര്യമെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിരീതികൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ ഞങ്ങളുടെ വീഡിയോകൾ കാണുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.